അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. ആദരണീയനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, ആദരണീയനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പി വി അബ്ദുൽ വഹാബ് സാഹിബ്, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ്, ബഹുമാനായ MLA PV അൻവർ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള പാർട്ടിയുടെ മുൻ MLA, ഭാവിയിലും ആയിക്കൂടെ ഇല്ലല്ലോ. അപ്പോൾ വേദിയിലും സദസ്സിലുമുള്ള പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും ആദരണീയരായ നേതാക്കന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ ചടങ്ങിനെക്കുറിച്ച് വിശദമായ പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ചൊരു വിശദീകരണം ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രയാസപ്പെടുന്നവരെയും വേദനിക്കുന്നവരെയും ചേർത്ത് പിടിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തിൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ കാതലായ വശത്തെയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതൊക്കെ. എവിടെയായിരുന്നാലും ഇത്തരം ഘട്ടങ്ങളിലൊക്കെ സ്നേഹസ്പർശവുമായി ഓടിയെത്തി ആളുകൾക്ക് പരമാവധി സഹായം ചെയ്തു കൊടുക്കുക എന്ന ഉത്തരവാദിത്വമാണ് മുസ്ലിം ലീഗ് എക്കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ഞങ്ങൾക്കറിയാം, 2019 പ്രളയകാലത്ത് ഈ പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടൽ നിങ്ങൾക്കറിയാം, 59 വിലപ്പെട്ട ജീവനാണ് നഷ്ടപ്പെട്ടത്. അതുപോലെ ചാലിയാറിലും പാതാറിലുമൊക്കെ വെള്ളം കയറിയിട്ട് നൂറുകണക്കിന് വീടുകളാണ് നശിപ്പിക്കപ്പെട്ടു പോയത്, വാസയോഗ്യമല്ലാതായിപ്പോയത്. അക്കാലത്തൊക്കെ അടിയന്തരമായ സഹായം പാർട്ടി ചെയ്തിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഈ ജില്ലയിൽ മാത്രമല്ല, വയനാട്ടിൽ പുത്തുമലയിൽ അന്ന് ഇതുപോലെ ഉരുൾപൊട്ടലുണ്ടായി, ആളുകളുടെ ജീവഹാനി വന്നു. അവിടെയും പാർട്ടി ഇടപെടുകയും വീടുണ്ടാക്കി കൊടുക്കുകയും സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്തു. ഇടുക്കിയിലും പത്തനംതിട്ടയിലും കോട്ടയത്തുമൊക്കെ അന്ന് പ്രളയകാലത്ത് ഏറെ ദുരിതങ്ങൾ നേരിട്ട പ്രദേശങ്ങളാണ്. അവിടങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് ഇടപെട്ടിട്ടുണ്ട്. കോട്ടയത്ത് വീടുകളുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പത്തനംതിട്ട ടൗണിൽ വെള്ളം കയറി ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെട്ടപ്പോൾ അവർക്കൊക്കെ കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എല്ലാ ജില്ലകളിലുമൊന്നും സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി 5 കോടി രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് 2019 പ്രളയകാലത്ത് നടത്തിയത്. അന്നിവിടെ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി, അന്ന് അതിൻ്റെ പ്രസിഡന്റ് ആദരണീയനായ സാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു. ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് UA ലത്തീഫ് സാഹിബായിരുന്നു. അവർ പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയായ കമ്മിറ്റി ഇവിടെ 3 ഏക്കർ സ്ഥലം വാങ്ങി ഭവനരഹിതരായ ആളുകൾക്ക് സ്ഥലം കൊടുക്കാൻ തീരുമാനിച്ചു. 47 ആളുകൾക്ക് ഈ 3 ഏക്കർ ഭൂമി ഭാഗിച്ചു കൊടുത്തു. വീടുണ്ടാക്കാൻ സാധിക്കുന്നവർ അതുണ്ടാക്കി. പല വ്യക്തികളും, യൂസുഫ് അലി സാഹിബ് അടക്കമുള്ള പ്രമുഖരായ ആളുകൾ അതിൽ പലർക്കും വീട് വെച്ച് കൊടുത്തു. ധാരാളം വ്യക്തികളും ചെറിയ സംഘടനകളുമൊക്കെ പല രീതിയിലും വീട് വെച്ച് കൊടുത്തു, സഹായിച്ചു കൊടുത്തു. ഒരു നിലക്കും വീട് കിട്ടാത്തവരും സ്വന്തമായി വീടുണ്ടാക്കാൻ കഴിയാത്തവരുമായ 10 പേർ ബാക്കിയായപ്പോൾ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അന്നത്തെ മുസ്ലിം ലീഗ് കമ്മിറ്റി തീരുമാനിച്ചു. KPA മജീദ് സാഹിബായിരുന്നു അന്ന് ജനറൽ സെക്രട്ടറി. ഹൈദർ അലി ശിഹാബ് തങ്ങൾ പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് 10 ആളുകൾക്ക് ഇവിടെയുള്ള ഈ 60 സെൻറ്റ് സ്ഥലത്ത് വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ കോർഡിനേറ്ററായി നിങ്ങളുടെ നാട്ടുകാരൻ തന്നെയായ ജില്ലാ പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷനും പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷനുമായ ഇസ്മയിൽ മൂത്തേടത്തെ കോർഡിനേറ്ററായി നിയമിക്കുകയും ചെയ്തു. സ്ഥലം വാങ്ങാനും ആളെ കണ്ടെത്താനും ഈ പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ ഇന്ന് ഈ ഉദ്ഘാടന ചടങ്ങിനടക്കം ഇസ്മയിൽ മൂത്താടത്തമ്മ അതിൻ്റെ നേതൃത്വത്തിൽ സജീവമായി തൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞു വന്നത്, സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയും ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി വാങ്ങിക്കൊടുത്ത സ്ഥലത്ത് 10 വീടുകൾ 2019 ഇത് ആരംഭിച്ചത്. എന്തേ 4-5 കൊല്ലം വൈകി എന്നൊരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാകും. പക്ഷേ ഈ പ്രദേശത്തുള്ളവരുടെ മനസ്സിലുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
അതിന് ശേഷമുണ്ടായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, കുഴപ്പങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ നീട്ടിക്കൊണ്ടുപോകാൻ കാരണമായിട്ടുണ്ട്. ഇടയ്ക്ക് ചില സാങ്കേതിക കാരണങ്ങളും ഇതിനുണ്ടായിട്ടുണ്ട്. കൂടുതൽ വിശദീകരിക്കാൻ നിവൃത്തിയില്ലാത്ത സാങ്കേതിക കാരണങ്ങൾ. ഏതായിരുന്നാലും ഇപ്പോൾ ഈ 10 വീടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവിടേക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല. ഈ വഴി രണ്ടാമത് വില കൊടുത്ത് വാങ്ങി വഴിയാക്കിയതാണ്. അതുപോലെ തന്നെ ഇവിടെ വെള്ളം കിട്ടാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് താഴെ ഭാഗത്ത് കിണർ കുഴിച്ച് പൈപ്പ് മോട്ടറും വെച്ചിട്ടാണ് മുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത്. ഇലക്ട്രിസിറ്റി കൊണ്ടുവരാനുള്ള പ്രയാസങ്ങളുണ്ടായിരുന്നു. ഇതിനൊക്കെ കൂടി കുറച്ച് കാലതാമസമെടുത്തു. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയായി. നമുക്ക് ഈ 10 ആളുകൾക്കും വീട് കൊടുക്കാൻ ഇന്ന് സാധിച്ചു. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇപ്പോൾ പാർട്ടിയുടെ മുമ്പിലുള്ള മറ്റൊരു പ്രധാന ദൗത്യമുള്ളത് വയനാട് ദുരിതത്തിലെ ഇരകൾക്ക് 100 വീട് വെച്ചു കൊടുക്കും എന്ന് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ തങ്ങളുടെ പ്രഖ്യാപനം കേട്ട് അതിനനുസൃതമായി ആളുകൾ, ഉദാരമനസ്കരായ ജനങ്ങൾ കൈയഴച്ച് സഹായിച്ചിട്ടുണ്ട്. 36 കോടിയിലധികം രൂപയും 22ഓളം വീടുകളും നമുക്ക് വാഗ്ദാനമായും പണമായും ഒക്കെ കിട്ടിയിട്ടുണ്ട്. 40 കോടി രൂപ ബഹുമാനപ്പെട്ട തങ്ങളെയും പാർട്ടിയെയും വിശ്വസിച്ച് ജനങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ആ ഉത്തരവാദിത്വം നിർവഹിക്കണം എന്നതാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. ഇതുവരെയായി അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് 2 കോടിയിലേറെ രൂപ നമ്മൾ ചെലവഴിച്ച് കഴിഞ്ഞു. അവിടെ 691 കുടുംബങ്ങളാണ് ഭവനരഹിതരായി എന്ന് സർക്കാർ കണക്കിലുള്ളത്. ആ കണക്കിലുള്ള മുഴുവൻ വീട്ടുകാർക്കും 691 പേർക്കും 15,000 രൂപ വീതം അവർ സ്കൂളിലെ ക്യാമ്പുകളിൽ താമസിക്കുമ്പോൾ പാർട്ടി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അവിടെ 52 കച്ചവടക്കാരാണ് ഉണ്ടായിരുന്നു. 3 ഗ്രാമങ്ങളാണ് പോയത്, 3 വാർഡുകൾ. ഈ 3 വാർഡുകൾ ഇപ്പോൾ ഇല്ല, പൂർണ്ണമായും തുടച്ച് നീക്കി. ആ 3 വാർഡുകളിലെ അങ്ങാടികളിൽ 52 കച്ചവടക്കാരുണ്ടായിരുന്നു. ഓരോ കച്ചവടക്കാരനും 50,000 രൂപ വീതം, 1,50,000 രൂപ വീതം മുസ്ലിം ലീഗ് പാർട്ടി തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയൊക്കെ നിർദ്ദേശമനുസരിച്ച് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ക്യാമ്പുകളിൽ നിന്ന് ഈ കുടുംബങ്ങളെ വാടക വീട്ടിലേക്ക് മാറ്റിയപ്പോൾ ആ വാടക വീടുകളിൽ അത്യാവശ്യത്തിനുള്ള മുഴുവൻ വസ്തുക്കളും, സ്റ്റൗവും വീട്ടുപകരണങ്ങളും കിടക്കയും കട്ടിലും കസേരകളും പാത്രങ്ങളും തുടങ്ങി ഒരു വീട്ടിലേക്ക് ഒരു കുടുംബത്തിനാവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും എത്തിച്ചു കൊടുക്കുക മാത്രമല്ല, ആ വീടുകളൊക്കെ പോയി മുസ്ലിം ലീഗിൻ്റെ, വനിതാ ലീഗിൻ്റെ വയനാട് ജില്ലാ യൂണിറ്റും നേതാക്കന്മാരും ആ വീടുകളൊക്കെ വൃത്തിയാക്കി അവരെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടും തീർന്നിട്ടില്ല. ആ വീടുകളിലൊക്കെ രോഗികളുണ്ട്. മാനസികമായി തകർന്ന ഒരുപാട് കുട്ടികളും സ്ത്രീകളുമുണ്ട്. ഒരു ദിവസം അർദ്ധരാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ കുട്ടികൾ ഉറക്കത്തിലെ ബഹളം കേട്ട് നെറ്റിയുറുമ്പോൾ കാണുന്നത് കൂടെ കിടന്നുറങ്ങിയവരും കൂടെ പഠിച്ചവരും കൂടെ ജീവിക്കുന്നവരൊക്കെ വെള്ളത്തിൽ, മലവെള്ളപ്പാച്ചിലിൽ മുങ്ങിത്താഴുന്നതാണ്. ഒരു ഇറ്റ് ജീവന് വേണ്ടി കരഞ്ഞ് അപേക്ഷിക്കുന്നതാണ്. കൈയും തലയും പുറത്തിട്ട് വാവിട്ട് കരയുന്ന കാഴ്ച കണ്ട കുട്ടികൾ മാനസിക ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും മോചിതരായിട്ടില്ല. രാത്രി അവർ ഉറങ്ങാറില്ല, പകലാണ് അവരെ ഉറക്കാറ്. രാത്രി ഭയമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് കൗൺസിലിംഗ്, MSFൻ്റെ മെഡിക്കൽ വിങ്, മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന, പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യുന്ന MSFൻ്റെ കൗൺസിലിംഗ് വിഭാഗം ആ വീടുകളിൽ നിരന്തരം പോയി കുട്ടികൾക്കും സ്ത്രീകൾക്കും മറ്റാളുകൾക്കും കൗൺസിലിംഗ് കൊടുത്തു. അതുകൊണ്ടും തീർന്നില്ല. വീടുകളിൽ, വാടക വീടുകളിൽ, അവർ താമസിക്കുന്ന വാടക വീടുകളിൽ പോയി നമ്മുടെ പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് എന്ന് പറയുന്ന PTH വിഭാഗം, ട്രെയിനിങ് കിട്ടിയ 3000ഓളം വളണ്ടിയർമാർ PTHനുണ്ട്. ആ PTH വളണ്ടിയർമാർ അന്ന് 150ഓളം ആംബുലൻസുമായി ഒരു രാവിലെ 8 മണി മുതൽ രാത്രി 12 മണി വരെ മുഴുവൻ വീടുകളിലും പോയി ആളുകളെ പരിശോധിച്ചു. അവർക്ക് ആവശ്യമായ മരുന്ന് കൊടുത്തു. അതിൽ ഡോക്ടർമാരും, ഓരോ ആംബുലൻസിലും ഒരു ഡോക്ടറും ഒരു നേഴ്സും വളണ്ടിയർമാരും ഒക്കെ ഉണ്ടായിരുന്നു. രാത്രി 12 മണി വരെ എല്ലാ വീടുകളും അവർ സന്ദർശിച്ചു. തുടർ ചികിത്സ ആവശ്യമുള്ളവരെ ലിസ്റ്റ് എടുത്തു. ഇപ്പോഴും തുടർ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ ഒരു ആംബുലൻസ് അവർക്ക് സൗജന്യമായി ലഭിച്ചിട്ടുണ്ട്.
ആംബുലൻസിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മവും ആദരണീയനായ തങ്ങൾ ഈ ചടങ്ങിൽ വെച്ച് നിർവഹിക്കുന്നുണ്ട്. അതോടൊപ്പം കൽപ്പറ്റയിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ PTH ഒരു ഓഫീസും തുറക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ബഹുമാനനായ സംസ്ഥാന ഉപാധ്യക്ഷൻ നമ്മുടെ മുൻ MLA-യും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗവുമായ VM ഉമ്മർ മാഷ് ഇവിടെയുണ്ട്. ആ PTH വളണ്ടിയർമാരുടെ മുഴുവൻ നിയന്ത്രണവും നടത്തുന്ന ഡോക്ടർ അമീർ അലി അതിൻ്റെ കോർഡിനേറ്റർ ഇവിടെയുണ്ട്. അതിലെ അംഗങ്ങളായ ഷമീമ ടീച്ചറും ജയന്തി രാജനും അടക്കമുള്ള പ്രതിനിധികൾ ഇവിടെയുണ്ട്. അവരൊക്കെ ഇവിടെ ഈ ആംബുലൻസ് ഉദ്ഘാടനവും PTH-യുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കുമായി വന്നതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ ചടങ്ങ് ഈ താക്കോൽ ദാനമാണ്. ആദരണീയനായ തങ്ങളുടെ കൈകളിൽ നിന്ന് 10 പേർക്കാണ് ഇന്നിവിടെ താക്കോൽ ദാനം നിർവഹിക്കുന്നത്. ഇവിടെ പ്രാസംഗികർ പറഞ്ഞ പോലെ അത് മുസ്ലിം ലീഗുകാർക്കല്ല കൊടുത്തിട്ടുള്ളത്, മുസ്ലിങ്ങൾക്കല്ല കൊടുത്തിട്ടുള്ളത്, UDF-നും അല്ല കൊടുത്തിട്ടുള്ളത്. എല്ലാ മതവിഭാഗങ്ങളും ഉണ്ട്. ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവരുണ്ട്, ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, മുസ്ലിങ്ങളുമുണ്ട്. ഒരു പരിഗണനയും കൂടാതെ പാവപ്പെട്ടവരാണ്, വേദന അനുഭവിക്കുന്നവരാണ്, പ്രയാസപ്പെട്ടവരാണ്, ദുരന്ത ബാധിതരാണ് എന്ന ഏക പരിഗണന മാനദണ്ഡം വെച്ചുകൊണ്ടാണ് ഈ തീരുമാനമെടുത്തത്. ഇതിനുവേണ്ടി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ഉദാര മനസ്കരുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പ്രദേശത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ, യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ, വനിതാ ലീഗിൻ്റെ പ്രവർത്തകരടക്കമുള്ള ഒരുപാട് ആളുകൾ ഇതുമായി സഹകരിച്ചവരുണ്ട്. എല്ലാവർക്കും പാർട്ടിയുടെ പേരിൽ ഒറ്റ വാക്കിൽ നന്ദി പറയാൻ കൂടി അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മളിന്ന് ബൈത്തുർ റഹ്മ ഈ 10 വീടുകളുടെ ഒരു കൂട്ടായ്മയായതുകൊണ്ട് ബൈത്തുർ റഹ്മ വില്ലേജ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഈ വില്ലേജിലെ അന്തേവാസികളാകാൻ പോകുന്നത് 1 ചിറയിൽ രാജൻ, 2 ഗോപി കുഴിവേലി, 3 സെയ്തലവി പൊട്ടേങ്ങൽ, 4 യൂസഫ് പിച്ചൻ, 5 മുജീബ് കണ്ണകുളവൻ, 6 മുസ്തഫ കല്ലുടുമ്പിൽ, 7 ഷാജഹാൻ പെരുവാമ്പറമ്പിൽ, 8 ഷാനവാസ് കേലന്തൊടിക, 9 സിദ്ദീഖ് മേലോത്തുപറമ്പിൽ, 10 അലി അക്ബർ മുടിയറ പുത്തമ്പുരയിൽ. ഈ 10 പേർക്ക് ആദരണീയനായ തങ്ങളുടെ കൈകൾ കൊണ്ട് അവരെല്ലാവരും പറഞ്ഞതാണ് തങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് താക്കോൽ തെരിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ കൈകൾ കൊണ്ട് ഇവിടെ താക്കോൽ കൊടുക്കും. എൻ്റെ ഉത്തരവാദിത്വം ഇവിടെ എത്തിച്ചേർന്ന നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും സ്വാഗതം പറയുക എന്നതാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ആദരണീയനായ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ, നമ്മുടെയൊക്കെ ഏറ്റവും ബഹുമാന്യനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹത്തെ ബഹുമാന പുരസ്സരം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതും താക്കോൽ ദാനം നിർവഹിക്കുന്നതും നമ്മുടെ ആംബുലൻസിൻ്റെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട കൊച്ചു സഹോദരി വികലാംഗയാണ്, അവരൊരു പുസ്തകം രചിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പ്രകാശനവും ഈ ചടങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട തങ്ങൾ നിർവഹിക്കും. ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെയൊക്കെ പ്രത്യാശയായ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഉദ്ഘാടന കർമ്മത്തിനായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല, പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി. ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ പിൻനിരയിൽ നിന്ന് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന മഹനീയ വ്യക്തിത്വം. ഫണ്ട് എങ്ങനെയുണ്ടാകുന്നു എന്ന് ഞങ്ങളാരും അറിയാറില്ല. ആ ഫണ്ട് ഇത്ര പൈസ വേണം, ഇവിടെ 10 വീടുണ്ടാക്കാനുണ്ട്, ഇത്രയാ കിട്ടിയിട്ടുള്ളൂ, ബാക്കി കുറവുണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് വൈകുന്നേരത്തിന് ആ ഫണ്ട് അവിടെ റെഡിയാണ്. ആരെങ്കിലും വിളിക്കണം എന്ന് പറഞ്ഞാൽ അത് റെഡിയാണ്. എന്താണോ നമ്മൾ പറയുന്നത് അത് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ഒരു നിമിഷം കൊണ്ട് കഴിയുന്നത്ര വേഗം ചെയ്തു തീർക്കുന്ന ആദരണീയനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, കേരള നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ്, അദ്ദേഹമാണ് ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, പാർട്ടിയുടെ ദേശീയ ട്രഷറർ, നിങ്ങളുടെ നാട്ടുകാരൻ, ഇവിടെ വന്ന് വഹാബ് സാഹിബിനെ കുറിച്ച് ഞാൻ പ്രകീർത്തിക്കുന്നതിനെയാണ് സത്യത്തിൽ മലയാളത്തിൽ അധിക പ്രസംഗം എന്ന് പറയാം. വഹാബ് സാഹിബിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടെന്ന് ആവശ്യമില്ല. ഈ ഉരുൾപൊട്ടൽ കാലത്ത് ഇവിടെ നടന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ വഹാബ് സാഹിബിൻ്റെ മേൽനോട്ടമുണ്ടായിരുന്നു. മാത്രമല്ല യൂസുഫ് അലി സാഹിബ് ഇവിടെ 35 വീടുകൾ നിർമ്മിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ എല്ലാ ചുമതലയും എൻ്റെ സഹോദരൻ വഹാബ് സാഹിബിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അന്ന് യൂസുഫ് അലി സാഹിബ് പ്രഖ്യാപിച്ചത്. അത്രമാത്രം ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വഹാബ് സാഹിബിനെ ഈ ചടങ്ങിലേക്ക് ആദരവുമായി സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികളായ അബ്ദുറഹ്മാൻ രണ്ടത്താണി,
CP ചെറിയ മുഹമ്മദ് എന്നീ നേതാക്കളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജില്ലാ മുസ്ലിം ലീഗിൻ്റെ കർമ്മകുശലനായ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ നേരത്തെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ മുൻ ജനറൽ സെക്രട്ടറി ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ അതിന് മഹനീയമായ നേതൃത്വം നൽകിയ അഡ്വക്കേറ്റ് UA ലത്തീഫ് സാഹിബിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ബഹുമാന്യരായ അതിഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒന്ന് ബഹുമാന്യനായ DCCയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് VS ജോയിയാണ്. എല്ലാ കാര്യത്തിലും UDFിലെ ഘടകകക്ഷി എന്ന നിലയ്ക്ക് മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്ന ശ്രീ ജോയിയെ ഈ പുണ്യകരമായ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. PV അൻവർ സാഹിബിനെ ഞാൻ വിശേഷിപ്പിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നിലപാടുകൾ, കാട്ടാന ശല്യം പോലെയുള്ള മലയോര പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കെതിരെ അൻവർ നടത്തുന്ന സമരങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ അൻവർ കാണിച്ച ഇപ്പോഴത്തെ മനോധൈര്യത്തെ നമ്മളൊക്കെ അഭിനന്ദിക്കുന്നു. ഈ ചടങ്ങിലേക്ക് ഈ പ്രദേശത്തിൻ്റെ മുൻ MLA കൂടിയായ PV അൻവർ സാഹിബിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. KPCCയുടെ ബഹുമാന്യനായ സെക്രട്ടറി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നേരത്തെ ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തിന് 2-3 പരിപാടികളിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ അനുവാദത്തോടു കൂടി അദ്ദേഹം പോയതാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ കോൺഗ്രസിൻ്റെ മണ്ഡലം ബ്ലോക്ക് നേതാക്കന്മാരായ തുരുത്തേൽ രാജുവുണ്ട്, MA ജോസുണ്ട്. അവർക്കൊക്കെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം പറയുന്നു. അതിനപ്പുറത്തേക്ക് പാർട്ടി നേതാക്കന്മാരുടെ ഒരു വലിയ നിര ഇവിടെയുണ്ട്. ഒരുപാട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് സഹകരിച്ച ആളുകൾ സ്പർശിക്കപ്പെടാതെ പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ലിസ്റ്റ് കുറച്ച് നീണ്ടതാണെങ്കിലും പേര് ഞാൻ വായിക്കുകയാണ്. TP അഷ്റഫ് അലി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിങ്ങളെ മണ്ഡലക്കാരനാണ്. നേരത്തെ പറഞ്ഞ പോലെ പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പർ VM ഉമ്മർ മാസ്റ്റർ, UDFിൻ്റെ ജില്ലാ കൺവീനർ അഷ്റഫ് കോക്കൂർ, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി PMA സമീർ, വനിതാ ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷ സുഹ്റ മമ്പാട്, വനിതാ ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി ജയന്തി രാജൻ, ലോയേഴ്സ് ഫോറത്തിൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബൂ സിദ്ദീഖ്, നിലമ്പൂരിലെ ബഹുമാന്യനായ KT കുഞ്ഞാൻ, PTHൻ്റെ ഡയറക്ടർ ബോർഡ് അംഗം കണ്ണൂരിലെ ഷമീമ ടീച്ചർ, വനിതാ ലീഗിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷ വയനാട്ടിലെ റസീന അബ്ദുൽ ഖാദർ, മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ്, ഈ പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന പ്രിയപ്പെട്ട സുഹൃത്ത് CH ഇക്ബാൽ, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഉപാധ്യക്ഷൻ അൻവർ മുള്ളമ്പാറ, റഷീദ് ഇളമ്പിലാശ്ശേരി, സലൂക്ക് ജലീൽ, ഉബൈദ് കാക്കീരി, ബാലൻ ചുങ്കത്തറ, സെറീന മുഹമ്മദ് അലി, ചെമ്മല മുഹമ്മദ് ആജി, AP സാദിഖ് അലി, ശംസുദ്ദീൻ കൊമ്പൻ, റഷീദ് വരിക്കോടൻ, CH അബ്ദുൽ കരീം, അബ്ദുൾ റഷീദ് തങ്ങൾ പട്ടാമ്പി, പാർട്ടി പ്രവർത്തക സമിതി അംഗമാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് അഡ്വക്കേറ്റ് PV മനാഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം വനിതാ ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി സെറീന ഹസീബ്, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി, മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PKC അബ്ദുറഹ്മാൻ, ബഹുമാനായ സീദിക്കോയ തങ്ങൾ, ഗഫൂർ കുറുമാടൻ. ഇനിയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ബഹ്റൈൻ KMCCയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ഇക്ബാൽ എന്നിവരൊക്കെ ഇവിടെയുണ്ട്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും പേര് പറഞ്ഞതായി മനസ്സിൽ വിചാരിച്ച് സ്വീകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയത്, ഈ ബൈത്തുർ റഹ്മ പദ്ധതികൾ ഭംഗിയായി ഈ കാണുന്ന മനോഹരീയതയോടുകൂടി പൂർത്തിയാക്കിയ, താമസിച്ചത് കോൺട്രാക്ടറുടെ കുറ്റമല്ല, കുറച്ച് പാർട്ടിയുടെ സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ്. ഏതായിരുന്നാലും നമ്മൾ പറഞ്ഞതുപോലെ കൃത്യമായി വഴിയുണ്ടാക്കി തന്നു, വെള്ളത്തിന് ഏർപ്പാടുണ്ടാക്കി തന്നു, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി തന്നു, ഇന്നേക്ക് ഉദ്ഘാടനത്തിന് എല്ലാം സജ്ജമാക്കി തന്ന ഇതിൻ്റെ NV അസോസിയേഷൻ അവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ പ്രിയപ്പെട്ട പ്രതിനിധി അനസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് ഇവിടെ പുരസ്കാരവും നൽകുന്നുണ്ട്. എല്ലാത്തിലും ഉപരി ഇവിടെ
ഇക്ബാൽ ഞാൻ പറഞ്ഞല്ലോ, ഇക്ബാലും കുഞ്ഞു സാഹിബും. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും, ഇവിടെ എത്തിയിട്ടുള്ള അധികവും നിലമ്പൂർ മണ്ഡലത്തിലെ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളും ഒക്കെ അടങ്ങുന്ന പ്രദേശത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ്. ഇവരാണ് 2019 ദുരന്തകാലം മുതൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. പാർട്ടിയുടെ നയങ്ങളും നിലപാടുകളും പ്രവർത്തന പദ്ധതിയും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ താഴെത്തട്ടിലെ കമ്മിറ്റികളും അതിൻ്റെ പ്രവർത്തകരുമാണ്. നിലമ്പൂർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയെ വിവിധ പഞ്ചായത്തുകളിലെ, പ്രത്യേകിച്ച് ഇത് നിൽക്കുന്ന പോത്തുകൽ പഞ്ചായത്തിലെ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളെ, പ്രവർത്തകരെ എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു. അവരോട് പാർട്ടിക്കുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുക കൂടി ചെയ്യുന്നു നിലമ്പൂർ മണ്ഡലത്തിലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ പ്രത്യേക പരിഗണന അറിയിക്കുന്നു. അടുത്ത ദിവസം നടക്കാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടി നമ്മുടെ ശക്തി തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗ നടപടികൾ നിയന്ത്രിക്കാൻ ബഹുമാന്യനായ അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ ആദരപുരസ്സരം ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.